രാജ് സമന്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജഗ്മോഹൻ, ഭാര്യ സോമ, മകൾ ഗുഡിയുടെ കൂടെ താമസിച്ചു. ജഗ്മോഹന്റെ അടുത്ത് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വിളവൊന്നുമില്ലായിരുന്നു. അവന്റെ അടുത്ത് കാളകളുണ്ടായിരുന്നു, പക്ഷെ ബുദ്ധിമുട്ട് കാരണം അവൻ അതിനെ വിറ്റു. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. വീട്ടിലെ അവസ്ഥ കണ്ട് സോമ അവനോട് പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? ടാക്കൂറിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ സമ്മതിക്ക്. വീട്ടുജോലികൾ തന്നെയല്ലേ ചെയ്യണ്ടേ? അവിടെ പോയി ജോലി ചെയ്താ എന്താ പ്രശ്നം ഉണ്ടാവാൻ പോണേ? അത്യാവശ്യം റേഷനും പലവ്യഞ്ജനം മേടിക്കാനുള്ള പൈസ ആവൂലേ? നീ എന്നോട് ഇനി ഇങ്ങനെ സംസാരിക്കരുത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നതിന് തുല്യമാ അത്. സുമാ, നിനക്കറിയില്ലേ, ആ ടാക്കൂറിന്റെ സ്വഭാവം വളരെ മോശമാണ്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളോടും മോശമായിട്ടാണ് പെരുമാറുന്നത്. എനിക്ക് നീ അവിടെ പോയി ജോലി ചെയ്യുന്ന കാര്യം ഓർക്കാൻ ഒരിക്കലും സാധിക്കില്ല സുമാ. പറ്റില്ല, എനിക്കത് കാണാൻ കഴിയില്ല സുമാ. പിന്നെ ഗ്രാമവാസികളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും നാണക്കേടാകും. വേണ്ട വേണ്ട, നീ അവിടെ ജോലി ചെയ്യാൻ പോകണ്ട. ജഗ്മോഹൻ ആകെ ഒരു വിഷമമുണ്ടായിരുന്നത് സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു നല്ല വസ്ത്രം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവരിട്ടോണ്ടിരുന്ന ഉടുപ്പെല്ലാം കീറിയതും പറഞ്ഞതുമായിരുന്നു. ജഗ്മോഹൻ ഗ്രാമത്തിൽ ആരോടെങ്കിലൊക്കെ സഹായം ചോദിക്കാൻ പോവും. കാള തരുമോ, ട്രാക്ടർ ഒന്നും ഓടിക്കാൻ തരുമോ എന്നൊക്കെ. എല്ലാവരും അവരോട് ഇല്ലാന്ന് പറയും. ഒരു ദിവസം അവന്റെ ഭൂമിയിൽ കിളച്ച് അവന് വയ്യാണ്ടായി. അവന്റെ ഉണക്ക ഭൂമിയിൽ കുഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് പോലും അവൻ അത് നിർത്താതെ ചെയ്തു. അവന്റെ കൺമുമ്പിൽ എപ്പോഴും അവന്റെ കുടുംബത്തിന്റെ മുഖം ഓർമ്മ വരും. ഇവിടെ ടാഗോർ കണ്ണും തട്ട് കാത്തിരിക്കുകയാണ്, ജഗ്മോഹൻ സഹായം ചോദിക്കുമെന്ന് കാത്ത്, അവന്റെ ഭൂമി കൈവശമാക്കാൻ. അവൻ എപ്പോഴൊക്കെ ജഗ്മോഹനെ കാണുമോ ഒരു കാര്യമേ പറയൂ. ജഗ്മോഹൻ, ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കൃഷിസ്ഥലം എനിക്ക് തരാൻ. ഞാൻ ഉറപ്പായും നിനക്ക് നല്ല വില തരാം. ഇല്ല അങ്ങുന്നേ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും കൊടുക്കുന്നില്ല. ഇതെനിക്ക് തലമുറകളായിട്ട് കിട്ടിയ സമ്പത്താ, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ജഗ്മോഹൻ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ചു ദിവസം കഴിയും. ഒരു ദിവസം സോമ പറയും, അതേനേ, ഇവിടെ ഗോതമ്പും പച്ചക്കറിയും എല്ലാം തീർന്നിരിക്കുക. ഒന്നും കഴിക്കാനില്ല. ഇനി നമ്മൾ എന്ത് കഴിക്കും? നീ രേണുവിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി. നമുക്ക് പട്ടിണി കിടക്കാം സുമ. പക്ഷെ നിങ്ങളും രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾക്കും വിശക്കുന്നുണ്ടാവുമല്ലോ. എനിക്കും നല്ല വിശപ്പുണ്ട് സുമ. പക്ഷേ കടയിൽ പോയി സാധനം വാങ്ങാൻ ഒരു പൈസ പോലും എന്റെ കയ്യിലില്ല. പിന്നെ പാടം തരിശുഭൂമിയായി കിടക്കുക. അവിടാണെങ്കിൽ ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിന്റെ കഷ്ടപ്പാട് കണ്ടവക്ക് നല്ല വിഷമമാകും. പിന്നീട് അവൾ ഭർത്താവ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് പുറത്തോട്ട് പച്ച പുല്ലിനെ നോക്കും. എന്നിട്ടതിനെ പറിച്ചുകൊണ്ടുവരും. എന്നിട്ടത് പാത്രത്തിൽ തിളപ്പിക്കും. എന്നിട്ടതിനെ നല്ല രീതിയിൽ അരച്ച് അതിന്റെ അകത്തേക്ക് ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് തവയിലങ്ങ് ഇടും. എന്നിട്ട് നല്ല ചപ്പാത്തി പോലെ ചുട്ടെടുക്കും. ഇന്നാ രേണു, എന്റെ മോളെ, അമ്മയോട് ക്ഷമിക്കണം. പുല്ല് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനെന്താ അമ്മ മാസ്റ്റർജി പറയുന്നത്? നമ്മുടെ മഹാരാണ പ്രതാപ് കാട്ടിലിരുന്നപ്പോ പോലും അദ്ദേഹവും പച്ചപ്പുല്ലിന്റെ ചപ്പാത്തിയാണ് തിന്നത്. പിന്നെ നമുക്കെന്താ കഴിച്ചാല്? നീ പറഞ്ഞത് വളരെ ശരിയാ മോളെ. രേണുവും ജഗ്മോഹനും അത് വായിലോട്ട് വച്ചപ്പോഴേക്കും അവര് പറയും, അതേ അമ്മ, നല്ല സ്വാദുണ്ടതിന്. അതെ സുമ, ഇത് വളരെ നല്ലതാണ്. കണ്ണീന്ന് കണ്ണുനീര് വന്നു. എനിക്കറിയാം ഇതത്ര നല്ലതല്ല എന്ന്. എന്റെ മനസ്സമാധാനത്തിനു വേണ്ടി പറയല്ലേ. അപ്പോഴേക്കും 3 പേരുടെ കണ്ണിലും കണ്ണുനീര് വരുമ്പോ ആ വാതിലിൽ ആരോ മുട്ടും. അതെ, ഇത് ജഗ്മോഹന്റെ വീടല്ലേ? ആ ഹേളി. അപ്പോഴേക്കും ജഗ്മോഹൻ അവിടെ വരും. എന്താ കാര്യം സാറേ? ഞാൻ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ വരുന്നേ. താങ്കൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ലോട്ടറി എടുത്തിരുന്നില്ലേ? അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതിന് 25 ലക്ഷം രൂപയാ സമ്മാനം. 25 ലക്ഷം രൂപയോ? അത് കൂടാതെ എന്തെങ്കിലും? കൂടാതെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങളുടെ കമ്പനിയുടെ വകയാണ്. ഇത് കേട്ട് സോമ, ജഗ്മോഹൻ, രേണുക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അവരുടെ തലയെഴുത്ത് മാറി. അവൻ ട്രാക്ടർ കൊണ്ട് അവന്റെ ആ കൃഷിഭൂമിയിൽ നല്ല രീതിയിൽ കിളയ്ക്കും. അപ്പൊ ആ കൃഷിഭൂമിക്ക് ജീവൻ വരും. അതിലവൻ കൃഷിയും ചെയ്തു. അതുപോലെ നല്ലൊരു വീടും വെച്ചു. നഗരത്തിൽ നിന്നും നല്ല വളങ്ങളും കൊണ്ടുവന്ന് അവന്റെ കൃഷിഭൂമിയിലിടും. അതുകൊണ്ട് നല്ല രീതിയിൽ വിളവും അവന് കിട്ടും. നല്ല രീതിയിൽ വരുമാനവും കിട്ടാൻ തുടങ്ങി. നോക്കിയിരിക്കവേ ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരനായി മാറി. അവന്റെ കുടുംബത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും നല്ല സന്തോഷ രീതിയിൽ അവർക്ക് ജീവിക്കാനും പറ്റി. സീമയുടെ അച്ഛൻ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും അസുഖമായിരുന്നു. ഈ കാരണത്താൽ വൈകുന്നേരങ്ങളിൽ സീമയായിരുന്നു അയാളുടെ ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ പച്ചക്കറി വിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ആൺകുട്ടി ഗൗരവ് അവളുടെ ഉന്തുവണ്ടിക്കടുത്തെത്തി. ഗൗരവിന് അവളോട് ഇഷ്ടം തോന്നി.
അവൻ മനസ്സിൽ പറഞ്ഞു, എത്ര സുന്ദരിയായ പെൺകുട്ടിയാണ് ഇവൾ. എന്റെ ഭാര്യയായെങ്കിൽ. എന്താണ് ആലോചിക്കുന്നത്? എന്തെങ്കിലും വേണോ? ആ, ഞാൻ മറന്നുപോയി. 1/2 കിലോ പാലക്കയും പിന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങും വേണം. സീമ പച്ചക്കറി തൂക്കിക്കൊടുത്തു. ഇപ്പോൾ ഗൗരവ് പച്ചക്കറി വാങ്ങിക്കാനെന്ന കാരണത്താൽ സീമയെ കാണാൻ ദിവസവും വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം സീമയുടെ അച്ഛനോട് ഗൗരവ് പറഞ്ഞു, ഞാൻ താങ്കളുടെ മകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പിന്നെ അവളെ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നു. എന്തു ജോലിയാണ് ചെയ്യുന്നത്? പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോ ജോലിയൊന്നുമില്ല. ജോലി അന്വേഷിക്കുന്നുണ്ട്. പാവപ്പെട്ടവനാണ്, പക്ഷേ താങ്കളുടെ മകളെ നല്ലവണ്ണം നോക്കും. എനിക്ക് താങ്കളുടെ മകളെ കൂടാതെ വേറൊന്നും വേണ്ട. പാവപ്പെട്ടവന് സ്ത്രീധനം കൊടുക്കാതെ തന്റെ മകളുടെ വിവാഹം നടക്കുന്നത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അയാൾ വിവാഹത്തിന് സമ്മതിച്ചു. ആർഭാടങ്ങളൊന്നുമില്ലാതെ ഗൗരവിന്റെയും സീമയുടെയും വിവാഹം കഴിഞ്ഞു. വരൂ മരുമകളെ, നമ്മുടെ വീട്ടിലേക്ക് നിനക്ക് സ്വാഗതം. സീമ 4 പാടും നോക്കി. ഗൗരവിന്റെ വീട് അധികം വലുതൊന്നുമല്ലായിരുന്നു. പക്ഷേ അവളുടെ വീടിനേക്കാളും നല്ലതായിരുന്നു. അവൾ സരളയുടെ കാല് തൊട്ടു. അപ്പോൾ സരള അവളെ അനുഗ്രഹിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം ഗൗരവിന് ഒരു പ്രൈവറ്റ് ജോലി കിട്ടി. പക്ഷെ കുറച്ചു മാസത്തിനു ശേഷം അത് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും ഗൗരവ്? എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. സീമ, കിട്ടണ്ടേ? പഠിച്ചിട്ടൊന്നും ഒരു ജോലിയും കിട്ടുന്നില്ല. കിട്ടിയാൽ 1-2 മാസങ്ങൾക്ക് ശേഷം നഷ്ടപ്പെടുന്നു. മരുമകളെ, സ്വരൂപിച്ചതെല്ലാം തീർന്നിരിക്കുന്നു. ഇവന്റെ ജോലി കൊണ്ട് എന്താണ് നടന്നത്? എത്ര ചെലവുണ്ട് വീട് പുലർത്താൻ? ഈ പാവം എന്തു ചെയ്യാനാണ്? അറിയാം അമ്മേ, ഇദ്ദേഹവും വിഷമിക്കുന്നുണ്ട്. പക്ഷെ അധികമില്ലെങ്കിലും കുറച്ച് പൈസ കൊണ്ട് ചെയ്യണം. പച്ചക്കറിയുടെ പൈസയും കിട്ടും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗൗരവിന് ജോലി കിട്ടി. പക്ഷെ സാലറി വെറും 8000 രൂപ മാത്രമായിരുന്നു. ഈ സമയം പൈസയ്ക്ക് നല്ല അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അയാൾ ആ ജോലി സ്വീകരിച്ചു. മരുമകളെ, ഇന്ന് കഴിക്കാൻ എന്താണ് ഉണ്ടാക്കിയത്? ഒന്നുമില്ല അമ്മേ, വീട്ടിൽ പച്ചക്കറി ഒന്നും തന്നെ ഇല്ല. ഞാൻ വിചാരിക്കുന്നു വീട്ടിൽ പോകാമെന്ന്. പപ്പ നമുക്ക് വേണ്ടി 4 ദിവസത്തേക്കുള്ള പച്ചക്കറി വെച്ചിട്ടുണ്ടാകും. പക്ഷെ മരുമകളെ, അതെനിക്ക് ശരിയായി തോന്നുന്നില്ല. അല്ലെങ്കിലും എന്താണ് പറയുക? ചെലവ് ചെയ്യാനില്ലാതെ വന്നാൽ മകളെ നമ്മുടെ അടുത്ത് പറഞ്ഞു വിടുമെന്നോ? എന്നാൽ അമ്മ റൊട്ടി ഉണ്ടാക്ക്. എന്റെ മമ്മി കുറച്ച് അച്ചാർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാം. അല്ലെങ്കിലും പച്ചക്കറി വാങ്ങാൻ പൈസയില്ല. ഗൗരവിന്റെ ശമ്പളം മാസാവസാനമായി കിട്ടുകയുള്ളൂ. സീമ ഭക്ഷണം വിളമ്പി. പാത്രത്തിൽ റൊട്ടിയും അച്ചാറും വെച്ചു. നീ ഇന്ന് പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? പച്ചക്കറി വാങ്ങാൻ പൈസയില്ല ഗൗരവ്. കുറച്ചു ദിവസം റൊട്ടി അച്ചാറ് കൂട്ടി കഴിക്കേണ്ടി വരും. മരുമകളെ, ഈ അച്ചാർ നല്ല സ്വാദുള്ളതാണ്. ഇത് ആരാണ് ഉണ്ടാക്കിയത്? എന്റെ മമ്മിയാണ് ഉണ്ടാക്കിയതമ്മേ. ഇതുപോലെ എനിക്കും ഉണ്ടാക്കാൻ അറിയാം. ശമ്പളം കിട്ടിയാൽ നീ കൂടി ഈ അച്ചാർ ഉറപ്പായി ഉണ്ടാക്കണം. സത്യത്തിൽ ഇത് വളരെ നന്നായിട്ടുണ്ട്. എന്റെ മമ്മി പറയാറുണ്ട്, പച്ചക്കറി കിട്ടാത്ത സമയങ്ങളിൽ അച്ചാർ കൊണ്ടും റൊട്ടി കഴിക്കാമെന്ന്. ഓ മരുമകളെ, ഇത്രയും സ്വാദിഷ്ടമായ അച്ചാർ കിട്ടിയാൽ ഞാൻ എല്ലാ സമയവും അച്ചാർ കൂട്ടിയാണ് റൊട്ടി കഴിക്കുക. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം സീമ തന്റെ അമ്മായിയമ്മയോട് പറയുന്നു, അമ്മേ, കുറച്ച് നാരങ്ങയുണ്ടായിരുന്നു. ഞാൻ അതുപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കി. ഒന്നിത് കഴിച്ചിട്ട് പറയൂ. സത്യത്തിൽ നിങ്ങൾ അമ്മയുടെയും മകളുടെയും കയ്യിൽ എന്തോ മാജിക് ഉണ്ടെന്ന് തോന്നുന്നു. ആര് കഴിച്ചാലും നന്നായിട്ടുണ്ടെന്ന് പറയും. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ സീമ. അത് പിന്നെ അത് എന്താ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറയൂ. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതുപോലുള്ള അച്ചാർ ഉണ്ടാക്കി വിൽക്കാൻ ആരംഭിക്കാമെന്ന്. അല്ലെങ്കിലും നമ്മൾ അമ്മായിമ്മയും മരുമകളും ദിവസം മുഴുവൻ വെറുതെ ഇരിക്കുകയാണല്ലോ. ഈ കാരണത്താൽ നമുക്ക് സമയവും പോകും, നമുക്കൊരു വരുമാനവും ലഭിക്കും. നീ വളരെ ബുദ്ധിമതിയാണ് മരുമകളെ. പക്ഷെ എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല. ഗൗരവ് സമ്മതിച്ചാൽ ഞാൻ താങ്കളെ എല്ലാം പഠിപ്പിക്കും. ശരി, ഈ മാസത്തെ ശമ്പളം കിട്ടിയാൽ പിന്നെ നീ അച്ചാർ ഉണ്ടാക്കിക്കോ. സീമയ്ക്ക് സന്തോഷമായി. അവൾ 1-ാം തീയതി ആവാൻ കാത്തിരുന്നു. ഗൗരവിന്റെ ശമ്പളം കിട്ടിയാലുടൻ അവൾ കുറച്ച് അച്ചാറിന്റെ മസാലയും മാങ്ങ, കാരറ്റ്, മുള്ളങ്കി, നാരങ്ങ തുടങ്ങിയവയും വാങ്ങിച്ചു വന്നു. തന്റെ അമ്മായിയമ്മയുടെ സഹായത്തോടെ പലതരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കി. അച്ചാറല്ല ഉണ്ടാക്കി സീമ, പക്ഷേ ഇതെവിടെ വിൽക്കും? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചതേയില്ല. ഈ അച്ചാർ മാർക്കറ്റിൽ വിൽക്കും, വേറെ എവിടെ വിൽക്കും? പിന്നെ അമ്മായിയമ്മയും മരുമകളും അച്ചാറിന്റെ ഭരണികളും എടുത്ത് മാർക്കറ്റിലേക്ക് പോയി. അച്ചാർ വാങ്ങൂ, അച്ചാർ. മാങ്ങയുടേതുണ്ട്, നാരങ്ങയുടേതുണ്ട്, ക്യാരറ്റിന്റേതുണ്ട്, മുള്ളങ്കിയുടേതുമുണ്ട്. ആ സമയം ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, സഹോദരി, എത്രയ്ക്ക് തരും ഈ അച്ചാർ? 80 രൂപ കിലോയ്ക്ക്. ഇത് വളരെ കുറവാണ്. 30 രൂപയ്ക്ക് മാങ്ങ പോലും കിട്ടുന്നില്ല. അറിയില്ല തിന്നുമ്പോൾ എന്തായിരിക്കുമെന്ന്. ആദ്യം കുറച്ച് കഴിച്ചു നോക്കൂ, എന്നിട്ട് വാങ്ങിയാൽ മതി. നന്നായിട്ടുണ്ട്. മണം എങ്ങനെയാണോ അതുപോലെ തന്നെ അച്ചാറും. 1 കിലോ തന്നാലും. എന്റെ മരുമകൾ ഗർഭിണിയാണ്. ഇത് കഴിച്ചാൽ അവൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ആ ദിവസം അവരുടെ മുഴുവൻ അച്ചാറും വിറ്റു. അമ്മായിയമ്മയുടെയും മരുമകളുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അധികം ലാഭമൊന്നും കിട്ടിയില്ല, കാരണം അച്ചാർ അവർ വില കുറച്ചാണ് വിറ്റത്. അടുത്ത ദിവസം സീമ സരളയോട് പറഞ്ഞു, അമ്മേ, താങ്കൾ പച്ചക്കറി അരിയൂ, അപ്പോഴേക്കും ഞാൻ മസാല ഉണ്ടാക്കാം. മരുമകളെ, ഇന്ന് കുറച്ചധികം അച്ചാർ ഉണ്ടാക്കാം. പിന്നെ അവർ എല്ലാ ആഴ്ചയും അച്ചാർ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അധികം അച്ചാർ വിറ്റഴിക്കപ്പെട്ടു. സീമ സരളയോട് പറഞ്ഞു, അമ്മേ,
എന്റെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്. മാർക്കറ്റിലും കടയിലും നമുക്ക് കസ്റ്റമർ കൂടി വരികയാണ്. പക്ഷെ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. എന്താ, നമുക്ക് നമ്മുടെ അച്ചാറിനൊരു ഐഡന്റിറ്റി കൊടുത്താലോ? അതെങ്ങനെ? എങ്ങനെയെന്നാൽ, ഇനി നമ്മൾ നമ്മുടെ അച്ചാർ മുഴുവനായും വിൽക്കില്ല. നമുക്ക് അളന്ന് 1/4 കിലോയുടെയും 1 കിലോയുടെയും 1/2 കിലോയുടെയും ഭരണികളിൽ പാക്ക് ചെയ്യാം. ഇതിനൊരു പേരും ഉണ്ടാകും, അമ്മായിയുടെയും മരുമകളുടെയും അച്ചാർ. നമ്മൾ അതും എടുത്ത് കടയിലേക്ക് പോകും. നോക്കൂ, അങ്ങനെയായാൽ നമ്മൾ അമ്മായിയമ്മയും മരുമകളും രക്ഷപ്പെടും. ഞാനും ജോലി ഉപേക്ഷിച്ച് അമ്മായിയുടെയും മരുമകളുടെയും ഫാക്ടറിയിൽ ജോലി ചെയ്യാമെന്ന് തോന്നുന്നു. ഈ ചിന്ത നല്ലതാണ്. ആദ്യം കട, പിന്നെ ഫാക്ടറി. നമ്മൾ വലിയ പണക്കാരായി മാറും. അല്ലേ അമ്മേ? വരൂ വരൂ, സ്വപ്നം കാണുന്നത് നിർത്തി ജോലി ചെയ്യൂ. എല്ലാ സ്വപ്നങ്ങളും സത്യമാകും. എന്താ, നിങ്ങളൊക്കെ അച്ചാറുകൾ ഉണ്ടാക്കുന്നതായിട്ട് കേട്ടു. എന്താ, ഞങ്ങളെയും പഠിപ്പിക്കാമോ? ആ സരിത, തീർച്ചയായും പഠിപ്പിക്കും. നമ്മൾ നമ്മുടെ കട തുറന്നു. അതിന്റെ പേരാണ് അമ്മായിയുടെയും മരുമകളുടെയും അച്ചാർ. നീ നിന്റെ കൂടെ വേറെ പെൺകുട്ടികളെയും മരുമക്കളെയും കൂടി കൊണ്ടുവരൂ. ഈ കാരണം കൊണ്ട് അവരും അച്ചാർ ഉണ്ടാക്കാൻ പഠിക്കും. പിന്നെ ഇവിടെ പാക്കിങ്ങിന്റെ ജോലിയും ചെയ്യാം. പിന്നെ അതിനുള്ള പൈസയും നൽകും. ശരി, എന്നാൽ ഞാൻ എവിടെ നിന്നെങ്കിലും 8-10 പെൺകുട്ടികളെ ഏർപ്പാട് ചെയ്യാം. സത്യസന്ധമായി ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും മാറ്റമുണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട. അമ്മായിയമ്മയും മരുമകളും അച്ചാറിന്റെ കട ഒരു ചെറിയ ഫാക്ടറിയാക്കി മാറ്റി. ഗൗരവ് തന്റെ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ അവൻ അവന്റെ വണ്ടിയിൽ മാർക്കറ്റിൽ അച്ചാർ സപ്ലൈ ചെയ്യുകയാണ്. അമ്മേ, എന്റെ ധൈര്യമെല്ലാം പോയിരുന്നു. നിങ്ങളും സീമയും അച്ചാറിന്റെ ബിസിനസ് ഇത്രയധികം ഉയരത്തിലെത്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. മോനെ, ഇതെല്ലാം സീമയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. അല്ലേ അല്ല, നമ്മൾ അമ്മായിയമ്മയുടെയും മരുമകളുടെയും അധ്വാനത്തിന്റെ ഫലമാണ്. Thanks for watching.